സർവനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. തീർച്ചയായിട്ടും ഡോക്ട്രിൻ പ്രധാനപ്പെട്ട വിഷയമാണ്, ഉപദേശങ്ങൾ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഡോക്ട്രിൻസ് പറഞ്ഞാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ട്രിൻസ്. അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ട്രഡീഷൻസ് ഉണ്ട്, അതല്ല ഞാൻ പറയുന്നത്. അതല്ല, എക്സാക്ട്ലി സ്ക്രിപ്ചറലായിട്ടുള്ള ഡോക്ട്രിൻസിൽ ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. അങ്ങനെ സ്ക്രിപ്ചറൽ ആയിട്ടുള്ള ഡോക്ട്രിൻസ് അംഗീകരിക്കുക മാത്രമല്ല അനുസരിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഥവാ ഈ കൂട്ടായ്മ ഇപ്പോഴും നിങ്ങൾ ഇരുട്ടിൽ എവിടെയാണോ നടക്കുന്നത് ആണെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പാപവിമോചനം പ്രാപിക്കുക, നിങ്ങളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക, അങ്ങനെ വെളിച്ചത്തിൽ നടക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കൂട്ടായ്മ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ പിന്നീട് നമ്മൾ വരുന്നുണ്ട്, ദുരുപദേശക്കാരുമായിട്ട് നമുക്ക് കൂട്ടായ്മ പറ്റില്ല. അതേപോലെ ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ വീഴ്ച പറ്റിയവരെ ആരെയും ഞാൻ ശ്രദ്ധിക്കത്തില്ല, അവനെ ഒന്നും എൻ്റെ അടുത്തോട്ട് അടുപ്പിക്കത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്ത വീഴ്ച പറ്റിയവൻ, അവനോട് ഞാൻ സംസാരിക്കും. എന്തിനു സംസാരിക്കും? അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മോനെ, മടങ്ങി വരണം. കുഞ്ഞെ, അങ്ങനൊരു ജീവിതം ജീവിക്കാൻ യേശുവിൻ്റെ അടുത്തേക്ക് മടങ്ങി വരണം, വെളിച്ചത്തിലേക്ക് പ്രവേശിക്കണം. അത് പറഞ്ഞു കൊടുക്കും. പക്ഷേ അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. എനിക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇതിനെ നിഷേധിക്കുന്നവനുമായിട്ട് എനിക്ക് കൂട്ടായ്മ പറ്റില്ല. ദുരുപദേശക്കാരോട് കൂട്ടായ്മ പറ്റില്ല. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിനെ നിഷേധിച്ചുകൊണ്ട് അവൻ്റെ രക്തത്തെ മലിനമെന്നെണ്ണുന്ന വ്യക്തികളെയും അവരോടും എനിക്ക് കൂട്ടായ്മ പറ്റുകയില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത് എന്ന് വേദോസത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. കൂട്ടം കൂടി പാട്ടും പാടി ആരാധിച്ച് അനുഭൂതി ഇറക്കിയേച്ച് പോകുന്ന ആളുകളല്ല വിഷയം. ഇന്നിപ്പോൾ അത്രയൊക്കെ മതിയെന്നാണ് പറയുന്നത്. കൂട്ടം കൂടുക, പാട്ട് പാടുക, ആരാധിക്കുക എന്ന് നമ്മൾ പറയുന്നത്. ആരാധന എന്ന് പറഞ്ഞാൽ വേറെയാണ് വേദോസപ്രകാരം. ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കുറച്ച് കരങ്ങളെ അടിച്ച് കുറച്ച് ചാടി തുള്ളി താഴെ വീണ് അതൊന്നും അല്ല ആരാധന എന്ന് പറയുന്നത്. ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ദൈവത്തെ കണ്ട്, ദൈവത്തെ അനുഭവിച്ച്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണ് ശാരീരികമായി വീഴുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിത വിശുദ്ധി പ്രാപിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന. അപ്പോൾ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാകരുത്. ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. ചേർച്ചയല്ലാത്തത്. പ്രിയമുള്ളവരെ, യേശു നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധിക്ക് വേണ്ടി നമ്മളെ ഭൂമിയിലാക്കി, പിതാവിനോട് പ്രാർത്ഥിച്ചു, സത്യത്താൽ അവിടെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ പോകുന്നവരാണ് വിശുദ്ധന്മാർ. അല്ലാതെ പാട്ട് പാടിയതുകൊണ്ട് മാത്രം വിശുദ്ധനാകത്തൊന്നുമില്ല. പാട്ട് പാടുന്നതിന് ഞാൻ എതിരൊന്നുമല്ല, എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട്. പക്ഷെ പാട്ട് പാടുന്നതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് മാത്രം ഒരാൾക്ക് വിശുദ്ധനാകാൻ കഴിയില്ല എന്നുള്ളതാണ്. പാട്ട് പാടണം, പക്ഷെ അതിനകത്ത് നമ്മൾ സംതൃപ്തരാകരുത്. പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, പാടിയ പാട്ട് ഏതാണെന്ന് പോലും നമുക്കറിയത്തില്ല. ഞാൻ ഒരിക്കലും ഒരു കുടുംബ പ്രാർത്ഥന, ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നു കുടുംബ പ്രാർത്ഥന നടത്തുക. എൻ്റെ ദൈവമേ, കാര്യങ്ങളെ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ച് ഒരു രക്ഷയില്ല.
കുറേ സമയം കരമടിച്ച് ഭയങ്കര പാട്ട്, ഒരു പാട്ട് പാടി കുറച്ച് കഴിഞ്ഞിട്ട് പാട്ടൊന്നും അല്ല, അങ്ങ് കരങ്ങളടിച്ച് അങ്ങ് കൊട്ടി ഒരു പരുവമായി. പാട്ടങ്ങോട്ട് നിർത്തി കഴിഞ്ഞ ഉടനെ ഞാൻ ചോദിച്ചു, ഇപ്പം നമ്മൾ പാടിയ പാട്ട് ഏതായിരുന്നു? ഉടനെ പാട്ട് പുസ്തകം നോക്കുക, ഏത് പാട്ടാ പാടിയെന്ന്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. അത്രയും പോലും ഹൃദയത്തിനുള്ളിലേക്ക് ഇത് കയറ്റാതെ അനുഭൂതികൾക്ക് വേണ്ടി പോകുന്നതായ ഒരു തലമുറ. നല്ല മനുഷ്യരവരല്ലാതെ അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ വേറെ കാര്യമുണ്ട്, അതല്ല നമ്മളിവിടെ പറയുന്നതായ വിശുദ്ധന്മാർക്ക്. അതായത് ദുർനടപ്പും യാതൊരു അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്, ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. സ്തോത്രം താങ്ക്സ് ഗിവിങ് ആണ്. സ്തോത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. താങ്ക്സ് ഗിവിങ്, ഹൃദയത്തിൽ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, അവിടെയാണ് ആരാധന. നിങ്ങൾ പാടിക്കോ, പാടുമ്പോഴും ദൈവത്തിന് നന്ദി കരയറ്റുക. ആ പാട്ടിൻ്റെ അർത്ഥം, എന്തോരം നല്ല പാട്ടുകൾ നമുക്കുണ്ട്. ഈ പഴയ പാട്ടുകളൊക്കെ പാടിയാൽ അതെല്ലാം വചനാധിഷ്ഠിതമായ പാട്ടുകളാണ്. ഇന്നിപ്പം പലപ്പോഴും പുതിയ പാട്ടുകൾ പലതും വചനാധിഷ്ഠിതമൊന്നുമല്ല. പുതിയ പാട്ടെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പലപ്പോഴും പാട്ടിൻ്റെ ട്യൂണും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മളെ വിഷയം. അങ്ങനല്ല, നമ്മൾ പാടുന്ന പാട്ടുകൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാട്ടുകൾ. ആ പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേണം പാടാനായിട്ട്. നാവ് കൊണ്ട് മാത്രം പാടിയാൽ പോരാ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പാടണം, നന്നായിട്ട് പാടണം. അത് നമ്മളെ സ്പർശിക്കണം, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തണം. വചനാധിഷ്ഠിതമായ പാട്ടുകൾ വചനം രൂപപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. കർത്താവിനോട് നമുക്ക് സ്നേഹം വർദ്ധിക്കും, ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊക്കെ ഉണ്ടാകണം, അല്ലാതെ അനുഭൂതികൾ ഉണ്ടായാൽ പോരാ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്, ഇങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. സ്തോത്രം എന്ന് പറയുമ്പോൾ നന്ദി. ഓരോ സമയവും ദൈവസന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിനോട് നന്ദി പറയുന്നവരായിരിക്കണം. നന്ദിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും നന്ദി പറയുന്ന അനുഭവം. അതോട് ചേർന്ന് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ദുർനടപ്പുകാർ, അശുദ്ധർ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഈ പാപങ്ങളെക്കുറിച്ചൊക്കെ സഭയിലൊന്ന് പറയണമെന്നേ. ഈ കഴിഞ്ഞ ദിവസം ആഫ്രിക്കയിൽ നമ്മളോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു അവിടുത്തുകാരനാണ്, ലോക്കൽ പാസ്റ്ററാണ്. ഞാൻ അവരുടെ സഭയിൽ പോയി. അധികം ആൾക്കാരൊന്നും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഞങ്ങളോട് ആൾക്കാർ പറയും, നിങ്ങൾ ഈ വലിയ പ്രായമില്ലാത്ത ആളാണ്, നിങ്ങൾ ഈ ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, സഭയിലോട്ട് വരുമ്പോഴത്തേക്ക് പാപം 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 ഇതേ പറയുന്നുള്ളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ സഭയിലൊന്നും ആൾ വരാത്തത്, ഒന്നും മിണ്ടാതിരിക്കാമോ, ആൾ വരുമെന്ന് പറഞ്ഞതാ. നമ്മുടെ പാസ്റ്ററോട്, നമ്മളുടെ ഒരു മിഷണറിയോട്, അയാളെ ഒരു കൂട്ടുകാരൻ പോപ്പുലർ ആളാ, അയാളുടെ സഭയിൽ കൂടുതൽ ആളുമുണ്ട്, നിങ്ങളുടെ സഭയിൽ ആൾ വരാത്തത്, നിങ്ങൾ വന്ന ഉടനെ പാപം ചെയ്യരുത്, അത് പാവമാ, ഇത് പാവമാ, ഇതൊക്കെ ഒന്ന് മിണ്ടായിരുന്ന എന്താ, മിണ്ടായിരുന്നാൽ നിങ്ങളുടെ സഭയിൽ ആൾ കൂടുവന്നു. ഇതൊക്കെ കേട്ടേച്ചാൽ ഞാൻ പറയുന്നതല്ല, അല്ലാതെ വേറെയല്ല, അനുഭവം കൊണ്ട് പറയുന്നതാ. ഇവിടെ കൃത്യമായിട്ട് വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ദുർനടപ്പുകാരനും അശുദ്ധനും വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹിയും ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. നിങ്ങൾ, അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് 7-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. എന്തൊരു കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ദുർനടപ്പുകാരുടെ കൂട്ടാളികൾ ആകരുത്. അവരുടെ കൂടെ അവരുടെ പ്രവൃത്തികളിൽ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ചേർച്ചയല്ലാത്തതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇരുന്ന് രസിക്കരുത്. ദൈവസഭയ്ക്ക് യോജിക്കാത്ത കാര്യങ്ങളെല്ലാം കൂടെ സഭയിൽ ആളുകൾ പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അതിൽ രസിക്കരുത്. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇനി ഇരുളിൻ്റെ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുത്. മുമ്പേ അങ്ങനെ ആയിരുന്നു, നമ്മൾ ഇരുളായിരുന്നു. നമ്മളിതെല്ലാം എൻജോയ് ചെയ്തിരുന്ന ഒരു കാലയളവുണ്ട്. ഈ പറയുന്ന ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എൻജോയ് ചെയ്തിരുന്ന ഒരു കാലയളവുണ്ട്. ഇപ്പോഴങ്ങനെ അല്ല. വി ആർ ഡിഫറൻറ്റ്.
നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ നേരത്തെ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. എപ്പോഴും വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഹല്ലേലൂയ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. എൻ്റെ ജീവിതം സൽഗുണങ്ങളാലും നീതിയാലും സത്യത്തിലും നടക്കുന്ന സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അവരെ ശാസിക്കുക. ഇങ്ങനെയല്ല ദൈവവചനം പഠിപ്പിക്കുന്നതെന്ന് പറയുക. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ വലച്ച് പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു പ്രസംഗമുണ്ടെങ്കിലും സഭയുടെ പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പറയണം, സഹോദര, നിങ്ങളുടെ പ്രസംഗമൊക്കെ നിങ്ങളുടെ വാക്കുകളൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷെ വേറെ കാര്യമുണ്ട്. ദിസ് ഈസ് നോട്ട് വാട്ട് ദ ബൈബിൾ സെയ്സ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയല്ല പറയുന്നത്. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. അവരെ ശാസിക്കുക അത്രേ വേണ്ടത്. അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു. നോക്ക്, പറയാൻ പോലും ലജ്ജയായ കാര്യങ്ങൾ ഇന്ന് സഭയിൽ പലപ്പോഴും പ്രസംഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ പേക്കൂത്തുകൾക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ എന്ന് അവർ പറയുന്ന, അത് പറയാൻ പോലും ലജ്ജയാകുന്നെന്ന്. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ചുറ്റുമുള്ളവർ മരിച്ചവരാണെങ്കിൽ നിങ്ങളും മരിച്ചവനെ പോലെ കിടക്കരുത്. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ആ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. താഴോട്ട് വായിക്കുമ്പോഴും എല്ലാം ഉണ്ട്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്ര നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിലെ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ എപ്പോൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. നമ്മുടെ ചുറ്റുമുള്ളവർ ലോകത്തിൻ്റെ കൂട്ടാളികളാകരുതെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനിയുണ്ട്, നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ലോകത്തിൻ്റെ കൂട്ടാളികളാകരുത് എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിശ്വാസികളെന്ന് പേർ പറയുന്നവൻ ദുർനടപ്പുകാരനാണെങ്കിൽ, ദുർനടപ്പുകാരൻ എന്ന് മാത്രമല്ല, അവൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവനാണെങ്കിൽ, അത് കുഴപ്പമില്ലെന്ന് പ്രസംഗിക്കുന്നവനാണെങ്കിൽ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾ കൂട്ടാളികൾ ആകരുത്. അവിടെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ സന്ദേശം അതാണ്, വ്യത്യസ്തരാവുക. ബി ഡിഫറൻറ്റ്. വ്യത്യസ്തരാവുക. ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷം. അതിനാണ് ഞങ്ങൾ ഈ യോഹന്നാൻ പറയുന്നത്, ഈ ലേഖനം എഴുതുന്നതിന് അതിനാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുന്നത്. പക്ഷേ ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാണ്. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ അവൻ കള്ളനാ, അവൻ ഫോഷ്ക് പറയുന്നു. അങ്ങനെ വെറുതെ വാക്കുകൾ കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ദൈവവുമായിട്ടുള്ള കൂട്ടാളിത്തം നമ്മൾ പ്രകാശിപ്പിക്കണം. അതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവരുടെ ഇടയിലാണ്. അവരുടെ ഇടയിൽ ഇവരെ എല്ലാം കൂടെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മൾക്ക് കഴിഞ്ഞില്ലെന്നിരിക്കും. വിശാലമായി പലപ്പോഴും ചിലപ്പോൾ സഭയിൽ തന്നെ ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി വന്നെന്നിരിക്കും. പക്ഷേ നമ്മളവരുടെ കൂട്ടാളികൾ ആകരുത്. നമ്മൾ അവരുടെ ഇടയിൽ തന്നെ ഡിഫറൻ്റ് ആയിരിക്കണം, വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ സമൂഹത്തിലൊക്കെ ഉള്ള, ഞാൻ പറഞ്ഞല്ലോ, ലോകക്കാരുമായിട്ട് കൂട്ടായ്മ പാടില്ല. അതേപോലെ വിശ്വാസികളെന്ന് പേർ പറയുന്നവരും അവരുടെ കാര്യത്തിലും അവരുടെ ഇടയിൽ നമ്മൾ തീർച്ചയായും വ്യത്യസ്തരായിരിക്കണം. നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കണ്ട വാക്യങ്ങൾ, വായിച്ച വാക്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അവിടെ ഒന്നുകൂടെ ഞാൻ അതിലേക്ക് വരികയാണ്. അതിൻ്റെ 1 പത്രോസ് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാരെന്ന്
ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. അപ്പം അതിനകത്ത് ആ ഒരു വാക്കാണ് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഇടയിൽ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ പറയുന്ന എല്ലാ ആളുകളും ഈ ലോകത്തിലും ഉണ്ട്. നമ്മൾ പറയുന്ന ഒരു പരിധി വരെ ചിലപ്പം എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചസിലും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ ഇടയിൽ നമ്മൾ അവരുടെ ഇടയിലാണ്. പക്ഷേ അവരിൽ നിന്ന് നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യമാണ്. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്. സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്. നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനത്തിനാൽ ആരാധിക്കാം യേശു കർത്താവിനെ.